അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. പരിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ പത്തിലെ അഥവാ കാരുണ്യത്തിൻ്റെ പത്തിലെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിനരാത്രങ്ങളിൽ പ്രത്യേകമായി ചൊല്ലൽ സുന്നത്തുള്ള പുണ്യമുള്ള കുറച്ച് ദിക്റുകളും തസ്ബീഹുകളും ഒരുമിച്ച് ചൊല്ലുകയും ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആദ്യമായി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പരിശുദ്ധ റമളാനിൻ്റെ 30 ദിനരാത്രങ്ങളിലും നമ്മോട് ചൊല്ലാൻ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ച കൽപ്പിച്ച ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് 33 വട്ടം ഈ ദിക്ർ ചൊല്ലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശുദ്ധ റമളാനിൻ്റെ ആദ്യ പത്തിൽ അഥവാ റഹ്മത്തിൻ്റെ പത്തിലാണല്ലോ ഉള്ളത്. ഈ 10 ദിവസങ്ങളിൽ പ്രത്യേകമായി നമ്മളോട് നിർവഹിക്കാൻ പറഞ്ഞ, ധാരാളമായി ചൊല്ലാൻ പറഞ്ഞ ഒരു ദിക്റാണ്, പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ. അള്ളാഹുവിനോട് അവൻ്റെ കാരുണ്യത്തെ ചോദിക്കുന്ന, തേടുന്ന പ്രാർത്ഥനയാണ്, ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് 33 വട്ടം ഈ ദിക്ർ ചൊല്ലാം. അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അതുപോലെ നമ്മൾ ഈ ദിക്റുകൾ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ സാധാരണ നമ്മൾ കൈകളൊക്കെ ആ ദുആ ചെയ്യുന്ന ഒരു ആംഗിളിൽ പിടിച്ചുകൊണ്ടാണ് ഇതൊക്കെ നിർവഹിക്കുക. ഇപ്പോൾ സഹോദരിമാർ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റിക്കണമെന്നില്ല. പക്ഷേ നാവ് കൊണ്ട് ഇത് ചൊല്ലുന്നതിന് ഒരിക്കലും ഇതൊരു തടസ്സവുമല്ല. അതുകൊണ്ട് ഇത് ഏത് സമയത്തും നമുക്ക് ചൊല്ലാവുന്നതാണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. 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 اللهم ارحمني يا أرحم الراحمين. 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 اللهم ارحمني يا أرحم الراحمين.
اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين. അതുപോലെ പരിശുദ്ധ റമളാനിൽ നാം അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. റമളാനിൽ മാത്രമല്ല, റമളാൻ അല്ലാത്തപ്പോഴും നാം അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉസ്താദുമാർ ചൊല്ലിക്കൊടുക്കും, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലും, സഹോദരിമാരൊക്കെ ചൊല്ലുന്ന ഒരു ദിക്റാണ്. ഈ പുണ്യമായ ദിക്റ് കൂടി ഒരു 33 വട്ടം നമുക്കൊരുമിച്ച് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം
വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം 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 വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അടുത്തതായി നാം ചൊല്ലാൻ പോകുന്നത് ഒരൽപ്പം ഇസ്തിഗ്ഫാറാണ്. ഈ പരിശുദ്ധ റമളാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ധാരാളമായിട്ട് ചൊല്ലാനുള്ള ഒരവസരം കൂടിയാക്കി നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണമെന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ദുആയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഒരുപാട് ആളുകൾ ഓൺലൈനിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുരുഷന്മാരെക്കാൾ കൂടുതൽ സഹോദരിമാരാണ് ഈ പരിപാടി ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. കമൻറ്റിലൂടെ എനിക്കറിയാം, കമൻറ്റിലൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് മുറാദുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ദുആകൾ അറിയിക്കുന്നുണ്ട്. പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും. ഒരു മുബാറക്കായ മജ്ലിസാണ് എന്നും റമളാനാണ് എന്നും അതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ഒരാവശ്യം തങ്ങളറിയിക്കുമ്പോൾ
തങ്ങളത് ദുആ ചെയ്യുമ്പോൾ ഒരുപാട് പേർ, ഞാൻ പോലും അറിയാത്ത ഒരുപാട് പേർ എനിക്ക് വേണ്ടി ആമീൻ പറയുന്നുണ്ട് എന്ന പ്രതീക്ഷയിലാണ് പലരും ദുആ വസിയത്തുകൾ അറിയിച്ചിട്ടുള്ളത്. വീട് പണിയുമായി ബന്ധപ്പെട്ടവർ, രോഗികൾ, കടബാധ്യതയുള്ളവർ, മക്കളുടെ ജോലി ശരിയാകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മക്കളുടെ പരീക്ഷകൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് SSLC +2 പോലത്തെ പ്രധാനപ്പെട്ട പല എക്സാമുകളും, അതിലൊക്കെ അത്യുന്നതമായ വിജയം നേടുവാനും മക്കൾ വലിയ വലിയ ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേരാനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ ദുആ വസിയത്തുകൾ അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, പരിശുദ്ധ റമളാനാണല്ലോ, പുണ്യമാക്കപ്പെട്ട രാവാണല്ലോ. അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകൾ നീട്ടാം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعلنا من المقبولين في هذا الشهر الفضيل وخصنا فيه بالأجر الوافر والعطاء الجزيل واغفر لنا فيه كل ذنب عظيم وخفف ظهورنا من كل وزر ثقيل وتقبل منا فيه يسير أعمالنا فإنك تقبل العمل القليل. اللهم أجرنا فيه من عذاب وأكرمنا بسني عاداتك على كل حسن جميل. حسبنا الله ونعم الوكيل. حسبنا الله ونعم الوكيل. حسبنا الله ونعم الوكيل. അല്ലാഹുവേ, റഹ്മാനായ റഹീമായ കാരുണ്യ കടലായ റബ്ബേ, ഈ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധ റമളാനിൻ്റെ ഒന്നാമത്തെ പത്തിൽ, കാരുണ്യത്തിൻ്റെ പത്തിലാണ് ഞങ്ങൾ നിന്നിലേക്ക് കൈകൾ നീട്ടുന്നത്. ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ കൽബുകളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങൾ തെളിച്ചമുള്ളതാക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. തിന്മകളിൽ നിന്നും അകന്ന് നിന്ന് ജീവിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പുകൾ, ഖുർആൻ പാരായണങ്ങൾ, തറാവീഹുകൾ, ദാനധർമ്മങ്ങൾ, നോമ്പുതുറകൾ, പരിശുദ്ധമായ ഈ മാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിർവഹിച്ചു പോരുന്ന എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളിലെ പോരായ്മകൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് വണ്ണമായ പ്രതിഫലം, ഇരട്ടിയായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഈ മാസം ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായും മുതൽക്കൂട്ടാക്കി തരണ റഹ്മാനെ. കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന വിഭാഗത്തിൽ, അത് ലഭിക്കുന്ന ഭാഗ്യം ചെയ്ത വിഭാഗത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവൻ, ഈ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിച്ച് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് ഹലാലായ മുറാദുകളും പ്രയാസങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്യുന്ന എത്രയോ സഹോദരന്മാരാണ്, അതിനേക്കാൾ ഉപരി സഹോദരിമാരാണ്. അവരുടെയൊക്കെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ കടബാധ്യതകളിലാണ്. കടങ്ങളിൽ നിന്നും സലാമത്ത് നൽകണേ റഹ്മാനെ. വീട് പണിയുമായി ബന്ധപ്പെട്ടവരുണ്ട്, അത് ഹൈറായ നിലക്ക് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികളുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, ട്യൂമർ പോലത്തെ രോഗങ്ങൾ, തല മുതൽ കാൽപാദം വരെ വരുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന മരുന്നില്ലാത്ത രോഗങ്ങൾ, വൈദ്യശാസ്ത്രം പോലും എന്തു ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ചു പോകുന്ന രോഗങ്ങൾ, എല്ലാത്തിൽ നിന്നും ഈ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നിൻ്റെ കാവലുണ്ടാകണേ അല്ലാ. പടച്ചവനെ, വലിയ വലിയ സർജറികൾക്കൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ വിധേയരാകുന്ന പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ സർജറികളും നീ വിജയത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴോ ഞങ്ങളുടെ മരണത്തിന് ശേഷമോ ശരീരത്തിൽ കത്തിവെച്ച് കീറിമുറിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ലേ അല്ലാ. ഒരുപാട് ആളുകൾ വളരെ മാനസികമായ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്. എല്ലാവർക്കും നീ സമാധാനം നൽകണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ കിട്ടുന്നതിന് വേണ്ടി പലരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സ്വാലിഹീങ്ങളായ ഇണകളെ നീ പ്രദാനിക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന കുടുംബജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. നീണ്ട ഈ ഒരു മാസം നീ റഹ്മത്ത് ചെയ്യുന്ന വിഭാഗത്തിൽ, പാപമോചനം കൊടുക്കുന്ന വിഭാഗത്തിൽ, നരകമോചനം ലഭിക്കുന്ന വിഭാഗത്തിൽ, സാധുക്കളായ
മഹത്തുക്കളായി ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. ജീവിതത്തിൽ ഇനിയും ആയുസ്സിൽ ഇനിയും ഒരുപാട് റമളാനുകൾക്ക് സാക്ഷികളാകാൻ പാകത്തിന് ഞങ്ങളുടെ എല്ലാം ജീവനെ നീ നീട്ടിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് വസ്ത്രം നൽകിയവർ, ഭക്ഷണം നൽകിയവർ, ഞങ്ങളുടെ മുഖത്ത് നോക്കി മോനെ എന്ന് വിളിച്ച് മോളെ എന്ന് വിളിച്ച് പുഞ്ചിരിച്ച് കാണിച്ചവർ പലരും 6 അടി മണ്ണിലാണ് അല്ലാ. അവരുടെ ഖബറുകൾ ഈ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വർഗമാക്കണേ പടച്ചവനെ. ഞങ്ങൾ ചെയ്യുന്ന നന്മകളുടെ എല്ലാം പ്രതിഫലം അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാം ഈമാനോടുകൂടെ ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ള സമയം ഞങ്ങൾ മരിക്കുന്ന സമയമാക്കണേ റഹ്മാനെ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരുപാട് സംസാരിക്കുന്ന ഞങ്ങളുടെ നാവുകൾ കൊണ്ട് ഞങ്ങളെല്ലാം ദുനിയാവിൽ അവസാനമായി പറയുന്ന പദം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാക്കി തരണേ അല്ലാ. ഈ കൂട്ടായ്മയിൽ ഒരുമിപ്പിച്ചതുപോലെ, ഈ മജ്ലിസിൽ ഒരുമിപ്പിച്ചതുപോലെ നാളെ നിൻ്റെ സ്വർഗത്തിലും ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷഫീഖ് തങ്ങൾ ഫൈസി പെരുമ്പാവൂരിൻ്റെ ഈ ദിക്ർ മജ്ലിസ് റമളാനിലെ എല്ലാ ദിവസവും ഇതേ സമയത്തുണ്ടായിരിക്കുന്നതാണ്. റമളാനിലെ ഈ സ്പെഷ്യൽ മജ്ലിസുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുവാനായി ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്.